എന്തൊക്കെ നമ്മൾ പാരായണം ചെയ്താലും വിശുദ്ധ ഖുർആനിന്റെ പാരായണത്തിൽ കമ്മി വരരുത്. നമ്മൾ മൗലിദ് പാരായണം ചെയ്യണം, ഔറാദുകൾ ചൊല്ലണം, ദിക്ർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം. ഖുർആന് കുറവ് വരരുത്. ഖുർആൻ തൊടാതെ ബാക്കിയൊക്കെ തൊടുക, അങ്ങനത്തെ അവസ്ഥ വരരുത്. ഖുർആൻ ടോപ്പ് പ്രയോറിറ്റിയാണ്, അള്ളാഹുവിന്റെ കലാമ. അതിനപ്പുറം ലോകത്തൊന്നുമില്ല. കിതാബ് അള്ളാഹുവിന്റെ കിതാബ് ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഫീഹിൽ ഹുദാ വന്നൂർ, അതിൽ പ്രകാശമുണ്ട്, അതിൽ നിങ്ങൾക്ക് ഹിദായത്തുണ്ട്. ഫസ്തംസികൂ ബിഹി വഅതസിമൂ, അത് നിങ്ങൾ മുറുകെ പിടിക്കണമേ, ഖുർആൻ വിടരുത്. സുമ്മ ഖാൽ, എന്നിട്ട് അവിടെ നിന്ന് പറഞ്ഞു, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, എന്റെ മകൾ ഫാത്തിമയുടെ മക്കൾ, അതാണ് നബിയുടെ അഹ്ലു ബൈത്ത്. അഹ്ലുപ്പെട്ട ഒരു വിഭാഗം അഹ്ലു ബൈത്ത്, ആലു ജഅഫർ, ആലു അബ്ബാസ്, ആലു അലി വ ആലു അഖീൽ. ഈ 4 കുടുംബമാണ് ഹബീബിന്റെ അഹ്ലു ബൈത്തായിട്ട് വരിക. അതിൽ ആലു അലി എന്ന് പറയുന്നതിൽ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയിലൂടെ വരുന്ന കുടുംബമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങൾ ശ്രദ്ധിക്കണമേ. ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, 2 തവണ പറഞ്ഞു ഉദക്കിറുകുമുല്ലാഹ ഫീ അഹ്ലി ബൈതി, എന്റെ അഹ്ലു ബൈത്ത്, എന്റെ കാലശേഷം എന്റെ ചോരയിൽ നിലനിൽക്കുന്ന എന്റെ കുടുംബം. ഫാത്തിമ റളിയല്ലാഹു അൻഹ മകളാണ്, പക്ഷേ നബി തങ്ങളെ സംബന്ധിച്ചിടത്തോളം ആണ് പെണ്ണ് എന്ന വ്യത്യാസം തങ്ങളുടെ കുടുംബത്തിനില്ല എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറയില്ലേ, മകളുടെ കുടുംബാവുമ്പോൾ എങ്ങനെ വാപ്പാന്റെ കുടുംബാവുക? അത് നബി തങ്ങളുടെ കുടുംബത്തിന് ബാധകമല്ല. ആ ഹദീസ് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് അത് ബോധ്യപ്പെടുക. അല്ലെങ്കിൽ പറയും, അത് നബി തങ്ങളുടെ കുടുംബാവണമെങ്കിൽ നബി തങ്ങളുടെ ആൺമക്കളിലൂടെ വരണ്ടേ? വേണ്ട, തങ്ങൾക്കത് ബാധകമല്ല. ഫാത്തിമ റളിയല്ലാഹു അൻഹയിലൂടെ വരുന്നത് ഹബീബിന്റെ കുടുംബമാണ്. തങ്ങൾ പറഞ്ഞതാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ 2 മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. അവരിലൂടെ വരുന്ന പരമ്പരയാണ്, കബീലയാണ് ഹസനി ഹുസൈനി കബീലകളാണ് എല്ലാ തങ്ങന്മാരും. ചിലര് വാപ്പ വഴി ഹസനി ആയിരിക്കും, ഉമ്മ വഴി ഹുസൈനി ആയിരിക്കും, അല്ലെങ്കിൽ വാപ്പ വഴി ഹുസൈനി, ഉമ്മ വഴി ഹസനി, രണ്ടുമാവാം. മുഹീദ്ദീൻ ശൈഖ് റഹ്മത്തുള്ളാഹി തആല ഖദ്ദസല്ലാഹു സിറ, മുഹീദ്ദീൻ ശൈഖ് തങ്ങൾ, അൻതൽ ഹുസൈനിയ വൽ ഹസനിയ കുൻത മഅൻ അബൻ വ ഉമ്മൻ ശരീഫൈനി ഖദ് ഇജ്തമഅ. വാപ്പ ഹുസൈനിയാണ്, ഉമ്മ ഹസനിയാണ്. അങ്ങനെ ഉമ്മയിലെയും വാപ്പയിലൂടെയും ഹസനി ഹുസൈനി പരമ്പരകൾ ഒന്നിച്ചു കിട്ടിയ മഹാനാണ് മഹാനായ സയ്യിദുൽ ആരിഫീൻ, മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു